ആണെങ്കിൽ 131 എത്തുന്നു എന്ന് പറയുമ്പോൾ എക്സിറ്റ് പോളുകൾ അത് എക്സാക്ട് പോളുകളായി തന്നെ മാറുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ കാണുന്നത്. അതായത് 150 കടന്നു പോകുവാനുള്ള സാധ്യത പോലും ഇല്ലേ മനു, 150 കടന്നു പോകുവാനുള്ള സാധ്യത പോലും ഇപ്പോൾ കാണുന്നു. ചിലപ്പോൾ ബീഹാറിലെ തന്നെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിലേക്ക് ലീഡിന്റെ കാര്യം നോക്കുമ്പോൾ ഇപ്പൊ ലീഡ് എടുത്തു കഴിഞ്ഞു. സാധാരണഗതിയിൽ വരേണ്ട ഈ ഒരു ഇത് സസ്റ്റെയിൻ ചെയ്യാൻ കഴിഞ്ഞാൽ ഭരണം ഏതാണ്ട് ഉറപ്പായി എന്ന് തന്നെ പറയാൻ കഴിയും. 130 അധികം സീറ്റുകളിൽ വിജയിക്കുന്നു. ഇനി ഇത് വലിയൊരു ഡൗൺഫോൾ ഉണ്ടായില്ലെങ്കിൽ NDA സംബന്ധിച്ചിടത്തോളം നേട്ടമാണ്. മാത്രമല്ല ഇതൊരു ഈ ഏർലി ട്രെൻഡ്സ് ആണെങ്കിൽ കൂടിയും ഇതിൻ്റെ ഒരു പെർഫോമൻസ് നോക്കുമ്പോൾ ആ ഏർലി ട്രെൻഡ്സിൽ ഇന്ത്യ സഖ്യത്തിന് കാര്യമായൊരു പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് കോൺഗ്രസ്സിന് ഒട്ടും കഴിയുന്നില്ല എന്നുള്ളതാണ്. അത് കോൺഗ്രസ്സിന് ഈ ഒരു ഒറ്റ ഇരട്ട സംഖ്യയിലേക്ക് കട്ടിച്ചെത്താൻ കഴിഞ്ഞു എന്നതിനപ്പുറത്തേക്ക് നോക്കിയാൽ കോൺഗ്രസിൻ്റെ ഒരു പെർഫോമൻസ് വല്ലാത്ത ഒരു ആശയക്കുഴപ്പത്തിലാണ് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അവിടുന്ന് മാറാത്ത സാഹചര്യത്തിൽ ഇന്ത്യ സഖ്യത്തിന് ബീഹാറിൽ കാര്യമായി ഒന്നും ചെയ്യാൻ കഴിയില്ല. ആർ ജെ ഡിക്ക് കഴിഞ്ഞ വർഷത്തെ ആ ഒരു നേട്ടം ഇല്ലെങ്കിൽ കൂടിയും 44 ഇടങ്ങളിൽ അവർക്ക് മുന്നിട്ട് നിൽക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ 22 സീറ്റുകൾ നഷ്ടമായിരിക്കുന്നു. അതിൽ 8 കോൺഗ്രസിൻ്റെയാണ്, ബാക്കി RJDയുടേതുമാണ്. മഞ്ജുഷ, നമുക്ക് റീജിയൻ തിരിച്ചുള്ള ഒരു കണക്ക് കൂടി നോക്കാം. കഴിഞ്ഞ തവണത്തെയും ഇത്തവണത്തെയും എങ്ങനെയാണ് പെർഫോമൻസ് എന്ന് നോക്കാം. നമുക്ക് ഭഗൽപൂരാണ് ആദ്യം. ഭഗൽപൂരിലെ ഇത്തവണത്തെ ഇതുവരെയുള്ള ലീഡ് നിലയനുസരിച്ച് ഭഗൽപൂർ കഴിഞ്ഞ തവണ NDAക്ക് വലിയ ലീഡ് ഉണ്ടായിരുന്ന സ്ഥലമാണ്. അവിടെ 20 സീറ്റുകളിൽ NDA ലീഡ് ചെയ്യുമ്പോൾ